Aishwarya Jewellers and Ritu Diamonds, the queen of lightweights. Half a century of unwavering bond. എന്തൊക്കെ പറയാനുണ്ട് പറയട്ടെ പറ ഈ മറ്റേ അഡ്ജസ്റ്റിംഗ് സ്റ്റാർ ആവല്ലേ നിങ്ങൾക്ക് ഉറങ്ങണ്ടേ നിങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കണ്ടേ ആൾക്ക് ഉറക്കൊഴിക്കാനൊക്കെ ഭയങ്കര ഒരു ദിവസം ഒരു 8 മണിക്കൂർ ഉറങ്ങണം അതിനി 4-4 5-3 ആയാലും 8 മണിക്കൂർ ഉറങ്ങണം ഇങ്ങനെ ഹെവി സ്കെഡ്യൂളിൽ ഇങ്ങനെ രാത്രി ഷൂട്ട് രാവിലെ വന്നിട്ട് വീണ്ടും ഷൂട്ടൊക്കെ പറയും ഞാൻ എൻ്റെ വക്കീൽ പണിനെ ചെയ്യാൻ പോകും. സാധാരണ ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആദ്യം പോകുന്നത് എന്താ ഒരു അവിഹിതം അമ്മയ്ക്ക് മകളെ അറിയില്ല അച്ഛന് മകനെ അറിയില്ല അമ്മായി അമ്മയ്ക്ക് മരുമകളെ കണ്ടുകൂടാ ഈ സാധനങ്ങളൊന്നും നിങ്ങളുടെ ഇല്ലാത്ത എന്ത് ഒരു ഫീൽ ഗുഡ് ആദ്യമായിട്ടാണ് അമ്മായി അമ്മയും നെഗറ്റീവ് സാധനത്തിന് റീച്ച് കൂടുതലാണല്ലോ കുറച്ചൊന്നും നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പൊ ആ സാധനം നിങ്ങളുടെ പോസിറ്റീവായിട്ട് റീച്ച് ഉണ്ടാക്കി പോസിറ്റീവായിട്ട് റീച്ച് ഉണ്ടായി. അപ്പൊ ആ നെഗറ്റീവ് റീച്ച് നമുക്ക് വേണ്ടെന്ന് നമ്മളങ്ങ് വിചാരിച്ചു. ഹസ്ബൻഡ് എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്? കാരണം പുള്ളി വിചാരിക്കില്ലേ കല്യാണം കഴിച്ച് ഭാര്യയെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എന്ന്. ചിലപ്പോ എനിക്ക് പാവം തോന്നുന്നു. അതായത് പുള്ളിക്കാരൻ ഇടയ്ക്ക് തെറ്റില് വരും. പുള്ളിക്കാരൻ ഇങ്ങനെ ഡയറക്ടറെ നോക്കും ഒരു 6 മണിക്ക് എന്റെ ഭാര്യനെ വിടുവോ അന്നാണ് ഈ നൈറ്റ് ഷൂട്ടും ഉണ്ടാവും. പുള്ളി അവിടെ ആരെങ്കിലും ഐ കോണ്ടാക്ട് തരും. സുല്ലേട്ടൊക്കെ നടന്നു പോകുമ്പോ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് 10 മണിക്ക് കോടതിയിൽ എത്തണമെങ്കിൽ ഞാൻ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതെന്താ ബോംബെയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രെയിനാണ് സബർബൻ ട്രെയിൻസ് ഒക്കെ. അങ്ങനെ ഒരു ദിവസം ഒരു പീക്ക് ട്രാഫിക്കിന്റെ സമയത്ത് പുള്ളി എന്നെ ട്രെയിനിൽ കയറ്റി. ഞാനാണെങ്കിൽ ഇങ്ങനെ ചേട്ടന്മാരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ തിരിഞ്ഞ് ഒടിഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുക. എന്നിട്ട് സ്റ്റേഷൻ ഇറങ്ങിയ ഞാൻ ഇനി ഒരിക്കൽ എന്നെ ട്രെയിനിൽ കയറ്റിയാല് നിങ്ങൾ പോണ്ട, ട്രെയിനിൽ പോണമെങ്കിൽ പോണ്ട. ബേസിക്കലി ഏഷ്യാനെറ്റിലെ സീരിയലിൽ അഭിനയിക്കുന്നവരുടെ എപ്പോഴും ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിരിക്കും. അതിൽ തന്നെ എല്ലാ പേഴ്സിനും ഭയങ്കര ആരാധകരുണ്ടാവും. അതിൽ നിങ്ങൾക്കാണ് ഏറ്റവും അധികം ആരാധകരുള്ളതെന്ന് ചില അവാർഡ് നൈറ്റുകൾ തെളിയിച്ചല്ലോ. അത് കണ്ടപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ മനസ്സിലൂടെ പോയത് എന്താണ്? സന്തോഷം. ശരിക്കും അത് പ്രതീക്ഷിച്ചാണോ നിങ്ങൾ പോയത്? സത്യം പറ. കാരണം എല്ലാം ഭയങ്കര അതെ അതെ ഏഷ്യാനെറ്റ് അവാർഡ്സിൽ എനിക്ക് തോന്നണേ പെയർ അവാർഡ് എന്തായാലും ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചു. ഇല്ലെന്ന് എവിടെ പറയാം. അത് കിട്ടൂന്ന് അറിയായിരുന്നു, ബാക്കിയുള്ളത് അറിഞ്ഞൂടായിരുന്നു. പെയർ അവാർഡ് കിട്ടുമെന്ന് അങ്ങനെ തോന്നാൻ കാര്യം കാരണം എല്ലാ സീരിയലും കാരണം നമ്മള് സോഷ്യൽ മീഡിയ നമ്മളും കാണുമല്ലേ. അപ്പൊ ഇവര് ഈ അവാർഡ്സിന്റെ നോമിനേഷൻസ് ഒക്കെ ഇട്ടപ്പോ അതിന്റെ അടിയിൽ വിക്രം വേദ എന്നുള്ള പേരല്ലാണ്ട് വേറെ പേരുകൾ വളരെ കുറവായിരുന്നു. ആളുകള് അതും ഇപ്പൊ നമുക്ക് ഏറ്റവും അധികം അവാർഡ്സ് കിട്ടിയ പോപ്പുലർ കാറ്റഗറിയിലാണ്. ജനങ്ങൾ വോട്ടിംഗ് ആയിരുന്നു. സോ ആ അങ്ങനെ വോട്ടിംഗിന്റെ ലിങ്ക് ഒക്കെ ഏഷ്യാനെറ്റ് ഇട്ടപ്പോ തന്നെ അതിന്റെ അടിയിലെ കമന്റ്സ് വെച്ചിട്ട് അതായത് വോട്ട് ചെയ്തിട്ടുള്ള കാറ്റഗറി പോപ്പുലർ ആക്ടർ, പോപ്പുലർ ആക്ട്രസ്, പോപ്പുലർ പെയർ, ഈ മൂന്നും നമുക്കാണ് കിട്ടിയത്. അതാണ് ഞാനും ആലോചിച്ചത്. ഇതെന്താ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും ഇവന്മാരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം എല്ലാം കൂടെ നിങ്ങൾക്ക് പിന്നെ നമുക്ക് പോപ്പുലർ ക്യാരക്ടർ ആക്ടറും കിട്ടി. അതും കിട്ടിയോ? 11 അവാർഡ് കിട്ടി പവിത്രത്തിന്. ഏറ്റവും കൂടുതൽ അവാർഡ് പവിത്രത്തിനാണ്. സാധാരണ ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആദ്യം പോകുന്നത് എന്താ ഒരു അവിഹിതം, പിന്നെ അമ്മയ്ക്ക് മകളെ അറിയില്ല അച്ഛന് മകനെ അറിയില്ല അമ്മായി അമ്മയ്ക്ക് മരുമകളെ കണ്ടുകൂടാ ഈ സാധനങ്ങളൊന്നും നിങ്ങളുടെ ഇല്ലാത്ത എന്ത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഞങ്ങള് ഇതായിട്ട് ബിക്കോസ് ഇപ്പം എന്റെ അനില ചേച്ചിയാണ് എന്റെ അമ്മായിയമ്മയായിട്ട്. നമ്മളുടെ സീക്വൻസസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഫീൽ ഗുഡ് ആദ്യമായിട്ടാണ് അമ്മായി അമ്മയും അതും മാത്രമല്ല അത് മരുമോനെ ജയിലിലിട്ടിട്ട് ഇതിന്റെ തമിഴ് ഉണ്ടല്ലോ. അതില് സ്റ്റോറിയിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ അമ്മായിമ്മയുടെ ക്യാരക്ടർ, അതായത് എന്റെ അമ്മയുടെ ക്യാരക്ടറും ഈ വേദയുടെ ക്യാരക്ടറും തമ്മിൽ പ്രശ്നമാവും. അതാവും അവിടെ ആവും. പക്ഷെ ഇവിടെ അത് ചെയ്തില്ല. അതെന്തുകൊണ്ടാ? കാരണം ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് ഇവർ ഇഷ്ടപ്പെടാനാണ്. മറ്റേത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമുള്ളത്. അപ്പൊ എന്നിട്ട് ആളുകൾ കമന്റ് ചെയ്തു, അയ്യോ ഇനി തമിഴ് പോലെ നിങ്ങൾ
കൊണ്ടുവരരുതേ എന്നുള്ളൊരു സാധനം. ഇടയ്ക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കൊണ്ടുവന്നു. അതിന്റെ അടിയിൽ പ്ലീസ് ഇവരെ മാത്രം, ഇവരുടെ റിലേഷൻഷിപ്പ് മാത്രം സ്പോയിൽ ചെയ്യരുത്. അതും അവർക്കൊരു കാരണമുണ്ട്. ഇപ്പം ഞാൻ ഒരു സാക്ഷി ആയിട്ട് വിറ്റ്നസ് ആയിട്ട് നിന്നു. പുള്ളി അങ്ങനെ എന്റെ സ്റ്റേറ്റ്മെന്റിൽ പുള്ളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അപ്പൊ അമ്മ ഏതമ്മയായാലും പറയുമല്ലോ, നീ അവന്റെ ഭാര്യ, അവന് നീയായിട്ട് വിറ്റ്നസ് ആയി നിന്ന് ജയിലിലാക്കി, നിനക്ക് എന്താണ് അപ്പൊ അവന് ഇഷ്ടമല്ലേ? ഞാൻ വിചാരിച്ചു നീ അവനെ പ്രൊട്ടക്ട് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ന്യായം എവിടെയാണോ അതില് ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടത് നിങ്ങളുടെ മോൻ നടു റോട്ടിൽ ഒരാളെ ഇട്ട് അടിക്കുന്നു, ആ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തേക്ക് തീരെ ഇഷ്ടപ്പെടില്ല. പക്ഷെ പുള്ളിക്കാരി, അതായത് ഈ ക്യാരക്ടറിന് ഒരു ഇതുണ്ട്, റീസൺ ഉണ്ട് അത് പറയാം. പക്ഷെ അപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കര ഇതായിട്ട് സംസാരിക്കും എന്നോട്, ഭയങ്കര റൂഡായിട്ട്. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല, എൻ്റെ കൂടെ ഇരിക്കില്ല, എന്റെ മുഖാമുഖം നിൽക്കില്ല, അങ്ങനെയൊക്കെ. അത് വന്നപ്പോഴേ ഓഡിയൻസിന് ഇഷ്ടമില്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മള് മേക്കേഴ്സ് തന്നെ മതി, വേണ്ട വിട്ടേക്കാം, സ്ലോലി നമ്മളെ തിരിച്ച് ഒന്നിപ്പിച്ചു. അങ്ങനെയാണ്. അപ്പം നമ്മള് ട്രഡീഷണൽ സാധാരണ സീരിയലിലുള്ള പരിപാടികളെല്ലാം നെഗറ്റീവ് സാധനത്തിന് റീച്ച് കൂടുതലാണല്ലോ, കുറച്ചൊന്നും നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പൊ ആ സാധനം പോസിറ്റീവായിട്ട് റീച്ച് ഉണ്ടാക്കി. അപ്പൊ ആ നെഗറ്റീവ് റീച്ച് നമുക്ക് വേണ്ടെന്ന് നമ്മളങ്ങ് വിചാരിച്ചു. കുറച്ച് വയലൻസ് ഉണ്ടെന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ്, അങ്ങനത്തെ ഒരു സാധനം. ബേസിക്കലി സുരഭി ഭയങ്കര ഇന്നസെന്റ് ആണല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പുള്ളിക്കാരി ഭയങ്കര മീൻസ് പറയേണ്ട കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയും. അങ്ങനെ നന്നായി കിട്ടിയ ഒരു കാര്യം എന്തായിരുന്നു? എന്റെ അടുത്തൊന്നും ഞങ്ങള് തമ്മിൽ അങ്ങനത്തെ നല്ല കാര്യമല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളവരോട് പിന്നെ അടികൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ ടച്ച് അല്ല, പുള്ളിക്കാരി പറ്റാത്ത കാര്യങ്ങള് ഞാനൊക്കെ ചിലപ്പോ ഞാന് കുറച്ച് ഇപ്പം നമ്മള് ഷൂട്ട് ടൈമിംഗ് ആണെങ്കിലും അപ്പം അതൊക്കെ ഞാൻ മീൻസ് നമ്മള് ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുന്നത് നല്ല റെസ്റ്റ് ഒക്കെ കിട്ടുമ്പോഴാണ്. അല്ലാതെ ഇങ്ങനെ 4 മണിക്കൂർ 3 മണിക്കൂർ ഉറക്കത്തിൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, ചേട്ടാ അങ്ങനെ എനിക്ക് റെസ്റ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇദ്ദേഹം അങ്ങനെ ഭയങ്കര അക്കോമഡേറ്റിംഗ് ആണ്, എല്ലാം സാരമില്ല ചേട്ടാ ചെയ്യാം. അപ്പൊ ഞാൻ പുള്ളിനെ കളിയാക്കും, ഈ മറ്റേ അഡ്ജസ്റ്റിംഗ് സ്റ്റാർ ആവല്ലേ, ഈ എല്ലാ അഡ്ജസ്റ്റിംഗ്. അപ്പൊ എന്താ പുള്ളിയൊക്കെ പറയണു, എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം, നിങ്ങൾക്ക് ഉറങ്ങണ്ടേ, നിങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കണ്ടേ. അതെന്തെന്നറിയോ, ഞാൻ എല്ലാവരുമായിട്ടും നല്ല അതായത് അതാണ് സുരഭി കുറച്ചും കൂടെ അത് കാര്യങ്ങൾ മുഖത്തേക്ക് പറയും. ഞാനെന്താ വെച്ചാൽ എല്ലാവരുമായിട്ട് ഭയങ്കര, അപ്പൊ നമ്മൾ നല്ല കമ്പനി ആണെങ്കിൽ ചിലപ്പോ എനിക്ക് നോന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യത്തിലൊക്കെ പുള്ളിക്കാരി അപ്പൊ ഞാൻ പറയും മറ്റേ ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ശരിയായിട്ട് ആയിക്കോട്ടെ. ആക്ച്വലി ശ്രീകാന്ത് എങ്ങനെയാണ് ഈ പവിത്രത്തിലേക്ക് എത്തിയത്? ഇങ്ങനെ ഓഡീഷൻ വിളിച്ചത് കണ്ട് അപ്ലൈ ചെയ്തു? ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ഉണ്ട്, ഏഷ്യാനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഭാസ്കർ. എൻ്റെ അടുത്ത് ഞാൻ അതിന് മുമ്പ് ഒരു സിനിമയുടെ ഓഡീഷന് പോയിട്ട് എന്നെ സെലക്ട് ചെയ്ത്, സിനിമ സെലക്ട് ചെയ്തിട്ട് പിന്നീട് അത് ആ കാസ്റ്റിംഗ് മാറി. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സീരിയൽ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സിനിമ ചെയ്യാനുള്ളൊരു ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഭാസ്കർ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു പ്രൊജക്റ്റാണ്, പോയി ചെയ്യും, നല്ല ടീമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് ചേട്ടനാണെങ്കിലും അത്യാവശ്യം ഇവിടെ സക്സസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തത്, സുനിലേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള കോംബോ നല്ല രസമായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള വർക്കായിരിക്കും, നീ പോയി ചെയ്തോ, ഓഡീഷൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എവിടെ വെച്ചിട്ടായിരുന്നു, കൊച്ചിയിൽ എവിടെ വെച്ചിട്ടായിരുന്നു ഓഡീഷൻ. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെയാണ് ആ ഫസ്റ്റ് മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറയണേ, ആ ഓഡീഷൻ. അത് കഴിഞ്ഞു. അപ്പം അന്ന് ഗിരീഷ് ചേട്ടൻ തന്നെയാണ് ഓഡീഷൻ ചെയ്തത്, നമ്മുടെ റൈറ്റർ. ഗിരീഷ് സാറ് കണ്ടപ്പോൾ തന്നെ പുള്ളി ഹാപ്പിയായി. കാരണം പുള്ളിക്ക് ഓക്കെ, ഇവ ഓക്കെ ആണെന്ന് തോന്നി. പുള്ളിക്കാരൻ തന്നെയാണല്ലോ എഴുതുന്നത്. അപ്പം അന്ന് തന്നെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ എടാ ചാനലാണ് ഫൈനൽ ഡിസിഷൻ പറയേണ്ടത്, പക്ഷെ
ഇനി ഞാൻ ഹാപ്പിയാണ്, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. സുരഭിക്ക് ഇങ്ങനെ ഒരു സീരിയലിലേക്ക് ഒരു ഓഫർ വന്നത്? ബിക്കോസ് സുരഭി സിനിമയിലൊക്കെ നിൽക്കുന്ന ഒരാളാണല്ലോ. അത് അങ്ങനെ കുറെ കാലങ്ങളായി, അതിന് മുന്നേ. ഞാൻ സിനിമ ചെയ്തപ്പോഴും എനിക്ക് സീരിയലിന്റെ ഓഫർ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 10 സീരിയലിന്റെ ഓഫർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, ഒന്നാമത് അപ്പോഴൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു, പിന്നെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പം സീരിയലിൽ ലോങ് ടേം കമ്മിറ്റ്മെന്റ് അല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നെ സീരിയൽ പൊതുവേ എനിക്ക് സ്റ്റോറി കോൺസെപ്റ്റ് അതൊക്കെ കുറച്ച് നമ്മൾ ന്യൂജൻ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ പവിത്രം ആക്ച്വലി വന്നപ്പോഴും ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചേ ഉള്ളൂ, ഞാൻ കുറച്ച് ചില്ല് ചെയ്യട്ടെ. അപ്പൊ പുള്ളി പറയാ, നീ ചില്ല് ചെയ്തോ, 15 ദിവസം നീ ചില്ല് ചെയ്തോ, ഷൂട്ട് ചെയ്തേ. എന്നിട്ട് നമ്മള് സ്റ്റോറിയൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം ചോദിച്ചത് അതാ, ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും സുരഭി അതല്ലേ നമ്മൾ പറയുന്നത്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, സുരഭിക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മള് ക്രൂവിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഡിസൈഡ്, അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കല്യാണം കഴിച്ചു ആര്യ സിനിമയ്ക്ക് വിളിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരോടും ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് അഭിനയം ഇഷ്ടമാണോ? അത് ഏത് മീഡിയത്തിൽ അഭിനയിച്ചാലും എന്താ, ഇപ്പം സിനിമ ആക്ടേഴ്സ് വന്നിട്ട് വെബ് സീരീസ് ചെയ്യുന്നു, എല്ലാം ഇപ്പൊ ഒരു ആ ലൈൻ ബ്ലർ ആയി, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചെയ്യുന്നത്. അപ്പോ അതൊരു വലിയ റീസൺ ആയിരിക്കരുത്. നിനക്ക് അല്ലാതെ നിനക്ക് ഓക്കെ ആയിട്ട് തോന്നിയാൽ നീ ഡെഫിനറ്റ്ലി ചെയ്യണം. ബിക്കോസ് അല്ലാതെ ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അയ്യോ ഇനി ഞാൻ അപ്പൊ പ്രാക്ടീസ് ചെയ്യായിരുന്നു ബാംഗ്ലൂർ. ഇനി വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ബോംബെയിൽ ഇനി ഒരു വക്കീലിനെ കണ്ടുപിടിച്ച് പുള്ളിന്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്ത് സെറ്റായി വരാൻ കുറെ ലോയർ ലൈഫ് പിന്നെ കേസ് കിട്ടണം. അതുമല്ല, സത്യം പറയാം, ഞാനൊരു കാര്യം സത്യം പറയാം. ബോംബെ പോയി നമ്മള് താമസിക്കുന്ന ഗോറേഗാവാണ്. അപ്പൊ നമ്മൾ ഹൈക്കോർട്ടൊക്കെ വന്നിട്ട് സൗത്ത് ബോംബെ ആണ്, വളരെ ദൂരെയാണ്. അപ്പം വണ്ടിയിൽ തന്നെ ഒരു 1.5-2 മണിക്കൂർ എടുക്കും. അപ്പൊ എന്തായാലും പറ്റില്ല. ഇപ്പൊ 10 മണിക്ക് കോടതിയിൽ എത്തണമെങ്കിൽ ഞാൻ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ. പിന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതെന്താ, ബോംബെയിൽ എല്ലാരും യൂസ് ചെയ്യുന്ന ട്രെയിനാണ്, സബർബൻ ട്രെയിൻസ് ഒക്കെ. ട്രെയിനാണ് എല്ലാരും, ഓഫീസിൽ പോകുന്ന എക്സിക്യൂട്ടീവ്സ് എല്ലാരും ട്രെയിനിലാണ് പോകുന്നത്. നീ ട്രെയിനിൽ പോണം, ഞാൻ നിന്നെ കൊണ്ടുപോവാം ട്രെയിനില്. അങ്ങനെ ഒരു ദിവസം ഒരു പീക്ക് ട്രാഫിക്കിന്റെ സമയത്ത് പുള്ളി എന്നെ ട്രെയിനിൽ കയറ്റി. ഞാനാണെങ്കിൽ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ ഇടയിൽ ഇങ്ങനെ തിരിഞ്ഞ് ഒടിഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുക. എന്നിട്ട് സ്റ്റേഷൻ ഇറങ്ങിയപ്പോ ഞാൻ, ഇനി ഒരിക്കൽ എന്നെ ട്രെയിനിൽ കയറ്റിയാല് നിങ്ങള് പോണ്ട, ട്രെയിനിൽ പോണമെങ്കിൽ പോണ്ട. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് പറ്റില്ല. എങ്കിൽ പിന്നെ പറ്റിയൊരു പരിപാടി സീരിയൽ ചെയ്യാം, ഫ്ലൈറ്റിൽ പോകാം. സത്യം. എന്നിട്ട് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഹെവി സ്കെഡ്യൂളിൽ ഇങ്ങനെ രാത്രി ഷൂട്ട്, രാവിലെ വന്നിട്ട് വീണ്ടും ഷൂട്ടൊക്കെ ആകുമ്പോൾ പറയും, ഞാൻ എന്റെ വക്കീൽ പണിനെ ചെയ്യാൻ പോവാ. സന്തോഷമില്ലല്ലേ? ചിലപ്പോഴൊക്കെ ഇത് ഭയങ്കര ഹെക്ടിക് ആവും. ഞാൻ വിചാരിക്കും, വക്കീലായിട്ട് പോയാൽ അറ്റ്ലീസ്റ്റ് നല്ല സമയത്ത് വീട്ടിൽ കയറാം. അത് പറയും, രാത്രി ആൾക്ക് ഉറക്കൊഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഉറക്കം ഭയങ്കര ഇതാ, ലേറ്റ് നൈറ്റ്, അതേപോലെ തന്നെ ഏർലി മോർണിംഗ്. അതും ഒരു 10 മിനിറ്റ് കിട്ടി അപ്പൊ കിടന്നുറങ്ങും. അങ്ങനെ ഒരു കഴിവുണ്ടോ? ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം ഒരു 8 മണിക്കൂർ ഉറങ്ങണം. അതിനി 4-4 5-3 ആയാലും 8 മണിക്കൂർ ഉറങ്ങണം. പിന്നെ 10 മിനിറ്റ് കൂട്ടി വെച്ചാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ ഇരുന്ന് ഞാനൊരു 15 മിനിറ്റ് നോക്കിയില്ലെങ്കിൽ അവിടെ എന്റെ വീട്ടുകാരും പറയും, എല്ലാരും ഇങ്ങനെ ഗ്രൂപ്പിലിരിക്കും, വീട്ടിൽ ഗെറ്റ് ടുഗദറിനൊക്കെ എല്ലാരും ഇരുന്ന് എല്ലാരും ചിരിക്കൊക്കെ ആയിരിക്കും. ചില ചിരിക്കായിരിക്കും. കുറച്ചേരം കഴിഞ്ഞ ഞാനില്ല, നോക്കുമ്പോ ഞാൻ ഉള്ളി പറ്റും.
എങ്ങനെ സാധിക്കുന്നതാണ്? അല്ല അതൊരു ഭാഗ്യല്ലേ ഉറക്കം അത് കിട്ടുന്നത്. സത്യം കേട്ടോ, അങ്ങനെയൊക്കെ പറ്റുകാന്ന് പറയുന്നത്. അപ്പോ ഈ ഉറക്കത്തിന്റെ ഒരു ചെറിയ ഞാനും എനിക്കും പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്ന ആള്. ഞാനും അതേപോലെ കിടന്നുറങ്ങും, കണ്ടിട്ടില്ലേ? പിന്നെ ഇരുന്നുറങ്ങും ഞാനിരുന്നുറങ്ങും. ഇങ്ങനെ മെഡിറ്റേറ്റ് പോലെ. അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ പാറയില് ഉരുണ്ട് വീഴുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോ ആരാണേലും ഉറങ്ങിപ്പോവും. ആക്ച്വലി ഇല്ലേ, ഈ ഒരു കരിയർ നമ്മൾ പകുതി ദിവസവും വീട്ടിൽ അവൈലബിൾ ആകുന്നില്ല, നമ്മൾ ഭയങ്കര ബിസിയാണ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്? കാരണം പുള്ളി വിചാരിക്കില്ലേ കല്യാണം കഴിച്ച് ഭാര്യയെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ടോ, ചോദിക്കാറുണ്ടോ? ചിലപ്പോ എനിക്ക് പാവം തോന്നും. അതായത് പുള്ളിക്കാരൻ ഇടയ്ക്ക് സെറ്റില് വരും, നാട്ടിൽ വരുമ്പോ സെറ്റിൽ വരും. സെറ്റിൽ വരുമ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ ഡയറക്ടറെ നോക്കും. ഇന്നൊരു 6 മണിക്ക് എന്റെ ഭാര്യനെ അന്നാണെങ്കിൽ നൈറ്റ് ഷൂട്ടും ഉണ്ടാവും. പുള്ളി അവിടെ നിന്ന് ആരെങ്കിലും ഐ കോണ്ടാക്ട് തരും. സുല്ലാട്ടൊക്കെ നടന്നു പോകുമ്പോ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് പാവം തോന്നുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം പുള്ളി വന്ന സമയത്ത് സുല്ലാട്ടം വന്നിട്ട് ഫുൾ നൈറ്റ് ഷൂട്ട്. നിനക്ക് വേണ്ടിയല്ല, അവന് വേണ്ടി ഞാൻ നിന്നെ നേരത്തെ പറയും. അഹങ്കരിക്കല്, നിനക്ക് വേണ്ടിയല്ലാന്ന് പറയും. എന്നിട്ട് അങ്ങനെ വിടും. അല്ലെങ്കിൽ പിന്നെ ഉള്ള ടൈമിൽ അങ്ങ്. അതുകൊണ്ട് ഞാൻ ബോംബെ പോയ ഒരു ഫുൾ ഐറ്റിനറിയാണ്. ഇവിടെ പോണം, ഇവിടെ പോണം, ഇവിടെ പോണം, ഇവിടെ പോണം. അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ റെസ്റ്റ് ആണ്, അടുത്ത ദിവസം തൊട്ട് കറക്കുവാ. പിന്നെ അത് ശരിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരഭിയുടെ ലൈഫ് ഇപ്പൊ ഭയങ്കര ഹാപ്പനിങ് ആണല്ലേ? കാരണം 15 ദിവസം സീരിയല്, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 100 സ്ഥലത്ത് പോകാനുള്ള ലിസ്റ്റ്. എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അത്രയും ഹാപ്പനിങ് ഇഷ്ടമല്ലേ? അതാണ്, ഇങ്ങനെയുള്ളവർക്ക് ദൈവം ഇങ്ങനെ തന്നെ കൊടുക്കും. ഇപ്പൊ ഞാനും പുള്ളി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു, ഒരു വേർഡ് ഉണ്ടാക്കി അതിന്. വെജ് 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 എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പം വെജിറ്റബിൾ ഒരിടത്ത് വെച്ചാ അവിടെ കിടക്കില്ലേ, അങ്ങനെ എനിക്ക് വെജ് ചെയ്യണം എന്ന് വെച്ചാൽ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ കിടക്കണം. അത് ഞാൻ പറയും, എല്ലാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇനി എന്നെ വിടും, ഇനി എനിക്ക് വെജ് ചെയ്യണം. വെജ് ചെയ്യണമല്ലേ? വെജ് ചെയ്യണം. ശരി. എന്നിട്ട് ഞാൻ പോയി ഫോണും നോക്കി റീൽസും നോക്കി കുറെ നേരം ഇരിക്കും. അപ്പോഴാണ് ഒരു സമാധാനം. സത്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു വേദനയല്ലേ. ഇത് പറയുമ്പോ തന്നെ എനിക്ക് അത് കിട്ടാനുള്ള ഒരു സാധനം. അതാണ് ഇപ്പൊ ഒരു വേർഡും ഉണ്ടാക്കി, വെജ്. പക്ഷെ നമ്മളെ ഇപ്പൊ ഫുൾ ബിസി ആയിട്ട് ഇരിക്കുക, നമ്മൾ ശരിക്കും വെറുതെ ഇരിക്കാൻ തുടങ്ങിയാലാണ് നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു പ്രശ്നം. ശരിക്കും നമ്മൾ ഭയങ്കര ഭാഗ്യം ചെയ്ത ആളുകൾ. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്നും ചെയ്യാണ്ടൊരു ഇപ്പൊ ഞാൻ തന്നെ വീട്ടിലൊരു 4 ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വയ്യാണ്ടാവുമല്ലേ? അയ്യോ ഞാൻ എന്താ ചെയ്യണം, ഞാൻ ഈ 4 ദിവസം ഒന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെയുള്ള ഒരു സാധനം അടിക്കും. അത് ശരിയാ, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഈ 15 ദിവസം സീരിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യും ശ്രീകാന്ത്? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാന് ഒരു പുതിയൊരു തിയേറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ എന്ത് 15 ദിവസം ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരു പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ റിഹേഴ്സൽസ് ഒക്കെ ആയിട്ടൊരു 15 ദിവസം ആണ്. അപ്പൊ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആ ഒരു സമയം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മള് സീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സമയത്ത് എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 6 ദിവസമൊക്കെ കിട്ടുക അല്ലേ? ഇപ്പൊ 1 to 15 എന്നൊക്കെ പറയുമെങ്കിലും 20-21, കാരണം ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നോർമൽ സ്കെഡ്യൂൾ അല്ല, നമുക്ക് കുറച്ചും കൂടെ ഇതാണ്. മറ്റേത് സാധാരണ ഒരു 1 to 15 എപ്പോഴും കറക്റ്റ് ആയിരിക്കും ഡേറ്റ് ഒക്കെ. നമുക്ക് അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു 6-7 ദിവസം കിട്ടും. അപ്പൊ അതിൽ ചിലപ്പോൾ ചില ദിവസം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. മീൻസ് സ്കൂളിൽ വല്ല ഉദ്ഘാടനമോ അല്ലെങ്കിൽ ചെറിയ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. പിന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പൊ നാടകങ്ങളൊക്കെ നടക്കുമ്പോൾ കാണാൻ പോകും. പിന്നെ വീട്ടുകാരുടെ ഒപ്പം ഫാമിലി എങ്ങോട്ടേലും പോകാം. അതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ? മോനെ 10 ദിവസവും വീട്ടിൽ കിട്ടും. നല്ല സുഖമുള്ള പരിപാടിയാണ്. എനിക്ക് എന്റെ ഫ്രണ്ട്സും ഞാനൊക്കെ കൂടെ തൃശ്ശൂർ ഞങ്ങൾക്കൊരു വീടുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ നാടക പരിപാടികളൊക്കെ റിഹേഴ്സലൊക്കെ. ഇപ്പൊ അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാനിപ്പോ ചെലവഴിക്കുന്ന സമയം കുറഞ്ഞു. കാരണം വീട്ടിലാണ് പിന്നെയും. അത് ശരിയാ. അപ്പൊ ഇങ്ങോട്ട് നോക്കണം മിസ്റ്റർ, ഇവിടെ എന്ത് ചെയ്യും അല്ലേ? ഞാനിപ്പോ ആരോടും ഒന്നും പറയാറില്ല. പുള്ളിക്കാരിക്കാണെങ്കിൽ ബോംബെയില് ഫ്രണ്ട്സ് ഇല്ല, ബാംഗ്ലൂരാണ്. ഞാൻ വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പറയും ഞാൻ ബാംഗ്ലൂർ വരുന്നു കേട്ടോ, ബാംഗ്ലൂർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ എത്തപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ, പിന്നെ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരും. അപ്പോഴെന്റെ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്യും ഫ്രീ ആണോ, മീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നു. ഇനി എന്തിനാ നീ പറഞ്ഞ ബാംഗ്ലൂർ വന്നത്? ഇപ്പൊ ഞാൻ പറയാറില്ല. ഞാൻ എല്ലാം
കൺഫേം അല്ലേ, ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളോട് പറയുന്നത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ ടൈമേ ഇല്ല. ആണല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വന്നില്ലേ, സീസൺ 1 കഴിഞ്ഞ് സീസൺ 2 തുടങ്ങുന്ന സമയത്തേക്ക്. അപ്പൊ അത്രയും ദിവസം എന്ത് ചെയ്തു? ചെറിയ ബ്രേക്ക് ഉണ്ടായല്ലോ, കാരണം എന്താ വെച്ചാൽ സീസൺ 1 കഴിഞ്ഞ് ഉടനെ തുടങ്ങി. എനിക്ക് തോന്നുന്നു 6 ദിവസം ബ്രേക്ക് ഉണ്ടായുള്ളൂ. ആണോ? പക്ഷെ അപ്പൊ ഞങ്ങളൊക്കെ അപ്പൊ യൂട്യൂബിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ പവിത്രം സീസൺ 2 ഇനിയില്ല. ഇതൊക്കെ വെറും പറ്റിക്കൽ. അതെ, നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അത് ചുമ്മാ, കാരണം പവിത്രം ആക്ച്വലി സീസൺ 1 വെള്ളിയാഴ്ച കഴിയുന്നു, സീസൺ 2 തിങ്കളാഴ്ച തുടങ്ങുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ നമുക്ക് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല, കാരണം അതുമല്ല സീസൺ 2 തുടങ്ങുന്നത് ഡൽഹിയിലാണ്. അങ്ങനത്തെ ഒരു ഷെഡ്യൂളൊക്കെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയം വേണ്ട. അങ്ങനെ ഡൽഹിയിൽ പോയി ഷൂട്ട് ചെയ്തു, പിന്നെ ഡൽഹിയിൽ നിന്ന് വന്നു, ബാക്കി പോർഷൻസ് ഇവിടെ നാട്ടിൽ ഷൂട്ട് ചെയ്തു. പിന്നെ ബേസിക്കലി സ്റ്റോറി ഒക്കെ തീരുമാനിച്ച് വരാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഈ ആദ്യത്തെ ഒരു 10-15 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യും. ഇപ്പൊ സീരിയൽ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും, എന്നാലാണ് ഈ 15 ദിവസം കൊണ്ട് ഒരു മാസം എപ്പിസോഡ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്ര എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് പിന്നെ അല്ലെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടി ക്വാളിറ്റി ഇല്ലാണ്ട് ഷൂട്ട് ചെയ്ത് ഇറക്കാം. പക്ഷെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു, ഒരു മാസം ഗ്യാപ്പ് ഇട്ടാൽ പോലും. കാരണം ആളുകൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇത് കൂടുതലായി പോയി വെയിറ്റിംഗ്. ഇന്നലെ സത്യം പറഞ്ഞാല് ഏഷ്യാനെറ്റ് ഞാൻ കോമഡി കുക്സിൽ പോയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ പരിപാടി. കോമഡി കുക്സിൽ പോയിട്ട് അവരൊരു റീല് പോലെ അതിന്റെ ഒരു ഭാഗം എടുത്തിട്ടു. അപ്പൊ അതിന്റെ താഴെ അവർ ക്യാപ്ഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത് പവിത്രം ഫാൻസ് എവിടെ, ഇവിടെയൊക്കെ ഉണ്ടോ എന്തോ അങ്ങനെ. അപ്പൊ സത്യത്തിൽ കമന്റ്സ് ഓർമ്മയുണ്ടല്ലേ, നമ്മളൊക്കെ എവിടെയുണ്ട്, നിങ്ങൾ അവിടെ പോയി. അത് ഫുൾ കമന്റ്സ് അതാ. നമ്മൾ എത്ര നാള് എന്താണ് മാമ റീൽസ് മാമ, നമ്മൾ എത്ര നാളായി, ഏഷ്യാനെറ്റ് മാമ നിങ്ങളല്ലേ അപ്ലോഡ് ചെയ്യാതെ, നമ്മള് റെഡി ആണ്, നമ്മള് വെയിറ്റിംഗ് ആണ്. ഇത് തന്നെ സുരഭി അതിന്റെ ഇടയ്ക്ക് ആ പ്രോഗ്രാമിന്റെ ഒരു റീൽ കണ്ടാ, ഞാൻ കുക്ക് ചെയ്യാം, സീരിയലൊക്കെ നിർത്തി വെച്ചേക്കുമല്ലേ, അതാ ഞാൻ ഈ പണിക്ക് സീരിയലൊക്കെ നിർത്തി വെച്ചേക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി. അതില് നെവിൻ പറഞ്ഞ് പുള്ളി ഡൈ ഹാർഡ് ഫാൻ ആണ്. എന്നെ മുമ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മാസങ്ങൾക്ക് മുമ്പ്. ഈ കോമഡി കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞാൻ പവിത്രം കാണും. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ചേച്ചി നിങ്ങൾ എന്തിനാ നിർത്തിയേ സീരിയല് അങ്ങനെ. അപ്പൊ ഈ ഷൂട്ടിന്റെ ഇടയില് അദ്ദേഹം നമ്മളുടെ കൗണ്ടറിൽ വന്നിട്ട് നമ്മളെ വേസ്റ്റിൽ കെട്ടിയിട്ടൊക്കെയാ, ഇയാളുടെ കൂടെയൊക്കെ ചേച്ചി എന്തിനാ. അപ്പൊ ഞാൻ പറയാ എന്ത് ചെയ്യാനാ, ജയിലിൽ പോയില്ലേ ഞാൻ ഇതിന്റെ അടിയിൽ കമന്റ് ഇട്ടു, അപ്പൊ കരയുന്ന, അപ്പൊ താഴെ അതേ ആണെന്ന്. അപ്പൊ ഏതായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. സീരിയൽ ഗംഭീരമാകട്ടെ, സീരിയലിനോടൊപ്പം തന്നെ സിനിമയിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Anishwara Jewelers and Rudu Diamonds, the queen of lightweights. Half a century of unwavering bond.